അപ്പോൾ പ്രപ്പോസിഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ആദ്യം അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രപ്പോസിഷനാണ്. ഇത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 4 പ്രപ്പോസിഷനുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അറ്റ് എവിടെയെല്ലാം ഉപയോഗിക്കുക. അറ്റ് എവിടെയാണ് ഉപയോഗിക്കുക? വിത്ത് ദ നെയിം ഓഫ് ദ സ്മോൾ പ്ലേസസ്. ചെറിയ സ്ഥലങ്ങളുടെ മുമ്പിൽ അറ്റ് ഉപയോഗിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെറിയ സ്ഥലങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇൽ എന്ന അർത്ഥത്തിൽ, ഇന്ന സ്ഥലത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഐ ആം ഹിയർ അറ്റ് ഇന്ദിരാനഗർ. ഞാനിപ്പോൾ ഇന്ദിരാനഗറിലാണ്. രാംമോഹൻ റോയ് വാസ് ബോൺ അറ്റ് രാധാനഗർ. രാംമോഹൻ റോയ് ജനിച്ചത് രാധാനഗറിലാണ്. എവിടെയാണത് ഈ രാധാനഗർ? ഇൻ വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാളിന്റെ മുമ്പിൽ എന്തിനാണ് ഇന്ന് ഉപയോഗിച്ചത്? ബംഗളൂരിന്റെ മുമ്പിൽ എന്തിനാണ് ഇന്ന് ഉപയോഗിച്ചത്? കാരണം അത് വലിയ സ്ഥലങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്മോൾ പ്ലേസസ് പറയുമ്പോൾ എക്സാക്ട് പ്ലേസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. സ്മോൾ പ്ലേസസ് പറയാൻ വേണ്ടിയിട്ട്. ഗോട്ട് ഇറ്റ്. ഇനി 2, when talk about a particular place or building, ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചോ കെട്ടിടത്തെക്കുറിച്ചോ പറയാൻ വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്. സോറി, ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്. ഓക്കെ, ദ മാച്ച് ഈസ് അറ്റ് നെഹ്റു സ്റ്റേഡിയം. മാച്ച് എവിടെയാ? അറ്റ് നെഹ്റു സ്റ്റേഡിയം. അപ്പൊ അറ്റ് നെഹ്റു സ്റ്റേഡിയം, അറ്റ് ദ ബാങ്ക്, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ ബസ് സ്റ്റാൻഡ്, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം എക്സാക്ട്ലി അറ്റ് ദ മാർക്കറ്റ്, അറ്റ് ദ ലൈബ്രറി, ഇതെല്ലാം ഓരോ സ്ഥലങ്ങളാണ്. അറ്റ് ദ ബാങ്ക്, അറ്റ് ദ മാർക്കറ്റ് അല്ലെ? മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദി മാർക്കറ്റ്. മാർക്കറ്റ് എന്താണ്? ഒരു എക്സാക്ട് ഒരു സ്ഥലമാണ്, ഒരു പ്രോപ്പർ പ്ലേസിനെ കുറിച്ച് പറയാം. അറ്റ് ദ മാർക്കറ്റ്. റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ, ഐ ആം ഹിയർ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇനി അറ്റിന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് വരികയാണെങ്കിൽ, ടു ഡിനോട്ട് എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം പറയുന്നതിന് വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് 6 o'clock, അറ്റ് 9 o'clock, അറ്റ് 10 AM, അറ്റ് 10:30. ഇങ്ങനെ. ഡൗട്ടൊന്നുമില്ല. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടോ? ഇല്ല. 4ാമത്തെ പോയിന്റ്, ഡിനോട്ട് എ സെൻസ് ഓഫ് ടൈം. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഓഫ് ടൈം അല്ലാതെ സെൻസ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ട് അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് ഡൗൺ, അറ്റ് ഡസ്ക്, അറ്റ് മിഡ് നൈറ്റ്. ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്. മുമ്പ് രാത്രിയാണ് എത്തിയത്. അറ്റ് നൈറ്റ്. അറ്റ് നൂൺ, ഹി ഫോൺഡ് മീ. അറ്റ് നൂൺ, ഉച്ചയ്ക്ക് ഫോൺ ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താ പ്രധാനപ്പെട്ട പോയിന്റ്? സെൻസ് ഓഫ് ടൈം അല്ലാതെ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ വരുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കില്ല. അപ്പൊ ഇന്ന ഉപയോഗിക്കുക. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. മനസ്സിലായോ? ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഇതൊരു വലിയ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. കാരണം ഇപ്പോൾ മോർണിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 3 മണി, 3 AM മോർണിംഗ് ആണ്, 4 AM മോർണിംഗ് ആണ് അല്ലേ? 7 AM മോർണിംഗ് ആണ്, 10 AM മോർണിംഗ് ആണ്, 11 AM മോർണിംഗ് ആണ്, 11:59 മോർണിംഗ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മളത് ആ ഒരു സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാറുള്ളത്. ഓക്കെ അല്ലേ? സംശയം ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 5ാമത്, ഫെസ്റ്റിവൽസിനെ ഡിനോട്ട് ഫെസ്റ്റിവൽസ്, മാർക്ക് എ പോയിന്റ് ഇൻ ദ ഇയർ. ഒരു വർഷത്തിലെ ഓരോ പോയിന്റുകളായി അടയാളപ്പെടുത്തുന്ന ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുമ്പോൾ വിൽ മീറ്റ് അഗെയിൻ അറ്റ് ഓണം. അറ്റ് ഓണം, ഓണത്തിന്. അറ്റ് ക്രിസ്മസ്, ക്രിസ്മസിന്, ക്രിസ്മസ് ദിനം അല്ലേ? പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ ഓണത്തിൻ്റെയോ ക്രിസ്മസിൻ്റെ ഏത് ആഘോഷം ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഡേ വന്നു കഴിഞ്ഞാൽ ഡേ വരുമ്പോൾ എപ്പോഴും ഓണാണ് ഉപയോഗിക്കുക. ഓൺ ഡേ, ഓൺ ഓണം ഡേ, ഓൺ ക്രിസ്മസ് ഡേ. ഗോട്ട് ഇറ്റ്? യെസ്. 6ാമത്തെ പോയിന്റ്, അറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഏജ്. വയസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അല്ലേ? അറ്റ് 18, അറ്റ് 21, അറ്റ് ദ ഏജ് ഓഫ് 21, അറ്റ് ദ ഏജ് ഓഫ് 85. ഷീ ഗോട്ട് മാരീഡ് അറ്റ് 18. 18 വയസ്സിലാണ് കല്യാണം കഴിച്ചതല്ല. അറ്റ് 18, അറ്റ് വയസ്സ് പറയുമ്പോൾ. ഇനി അറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ റേറ്റ്, എമൗണ്ട്, സ്പീഡ്. റേറ്റ്, എമൗണ്ട്, സ്പീഡൊക്കെ പറയുമ്പോൾ ഹീസ് ഡ്രൈവിംഗ് അറ്റ് 80 km/h, സ്പീഡാണ്. പ്രൈസ് സ്റ്റാർട്ട്സ് അറ്റ് 500, വിലയാണ്. അറ്റ് 2000 rupees എ നൈറ്റ് ഫോർ എ ഡബിൾ റൂം, ദ ഹോട്ടൽ ഈസ് ഗുഡ് വാല്യൂ. വില പറയും അല്ലേ? റേറ്റ്.
അപ്പോൾ എവിടെയൊക്കെ അറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി ഡിറക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് പോയിന്റഡ് അറ്റ്, ലുക്ക് അറ്റ്, ത്രൂ അറ്റ്, വേവിങ് അറ്റ്, എയിം അറ്റ്, പിയേർഡ് അറ്റ്, പീപ്പറ്റ്, സ്റ്റെയർ അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, ഇതുപോലെയുള്ള വെർബുകളുടെ കൂടെ ഒരു ഡിറക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. ടു ഷോ ദ ടാലന്റ് ഇൻ പർട്ടിക്കുലർ ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ടാലന്റ് പറയാൻ ഗുഡ് അറ്റ്, എക്സലന്റ് അറ്റ്, ഗുഡ് അറ്റ്, ക്ലെവർ അറ്റ്, ബ്രില്യന്റ് അറ്റ്, ടെറിബിൾ അറ്റ്, ബാഡ് അറ്റ്. ബാഡ് അറ്റും ഗുഡ് അറ്റും പറയും. അർജുൻ ഇസ് ഗുഡ് അറ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അർജുൻ ചിത്രം വരയിൽ നല്ല മുടുക്കനാണ് എന്നാണ്. അർജുൻ ഇസ് ഗുഡ് അറ്റ് ഡ്രോയിങ്, അർജുൻ ചിത്രം വരയിൽ മിടുക്കനാണ്. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഇനി ടു ഡിനോട്ട് സർപ്രൈസ് ഓർ റിയാക്ഷൻ, സർപ്രൈസ് ഓർ റിയാക്ഷൻ പറയാൻ വേണ്ടി വണ്ടേർഡ് അറ്റ്, എക്സ്ട്രീംഡ് അറ്റ്, ഡിലൈറ്റഡ് അറ്റ്, ഇംപേഷ്യന്റ് അറ്റ്, ഹൊറിഫൈഡ് അറ്റ്, അമേസ്ഡ് അറ്റ്, ഷോക്ക്ഡ് അറ്റ്, സർപ്രൈസ്ഡ്, ഇംപേഷ്യന്റ്, ഇങ്ങനെ പറയും. ഈ പറഞ്ഞ ഇംപേഷ്യന്റ് ജനറേഷൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വാക്കുകളുടെ കൂടെയൊക്കെ അറ്റ് യൂസ് ചെയ്യുന്നു. ഐ വാസ് വണ്ടേർഡ് അറ്റ് ദ സീൻ, സീൻ കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. He was exclaimed at, he was delighted at, the manager was impatient at, most of the people in the town were horrified at. I was amazed at the extent of the knowledge. His mother was shocked at the news. We were very surprised at the result. She was becoming increasingly impatient at the lack of interest. Everyone rejoiced at the news of his safe return. That's the സംശയമൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഉണ്ടോ പറയണേ? ഇല്ല. ഇനി 11, അറ്റ് ഇസ് യൂസ്ഡ് വിത്ത് മീൽ ടൈംസ്. ഇൻ ദ മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഷീ റിവീൽ ദ സീക്രട്ട്. മീൽ ടൈം സ്പീഡ് കൂടുതലാണോ? ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരെ, കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശ്വതി, അറ്റ് ഇസ് യൂസ്ഡ് വിത്ത് മീൽ ടൈംസ്. ഈ മീൽ ടൈംസിന് ആഹാര സമയങ്ങൾ പറയുമ്പോൾ ഐ ആം സോറി ദ പേഴ്സൺ യു വാണ്ട് ഇസ് അറ്റ് ലഞ്ച്. അറ്റ് ലഞ്ച്. വാട്ട് വർ വി ടോക്കിംഗ് അബൌട്ട് അറ്റ് ഡിന്നർ. അപ്പൊ അറ്റ് ഡിന്നർ, അറ്റ് ലഞ്ച്, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെയുള്ള മീൽ ടൈംസിന്റെ കൂടെ പറയുന്നു. ഇനി വിത്ത് സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റി, സ്കൂളുകളെയും യൂണിവേഴ്സിറ്റികളെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു. മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിങ് അറ്റ് സ്കൂൾ. He is at Mount Tabor. They are at Cambridge. Okay? And to talk about events or group activities, we will meet at the seminar. I met him at the party. See you at the meeting. At. Events അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ at the seminar, at the party, at the meeting. ഇത്രയുമാണ് അറ്റിൻ്റെ ഉപയോഗം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. ഇത് കുത്തിയിരുന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ അറ്റിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അത് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ PPs ആൻഡ് PVs പഠിക്കണം. അതായത് പ്രപ്പോസിഷണൽ ഫ്രേസ് ഓർ പ്രപ്പോസിഷണൽ വേർബ്സ്. അത് മനസ്സിലാക്കി വെക്കുക. അതും കാണാതെ പഠിക്കാൻ നല്ല പറയുന്നത്. അത് 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡിൽ അത് വരും. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം മാക്സിമം, അതാണ് ചെയ്യാനുള്ളത്. നോക്കിയാ PPs ആൻഡ് PVs ഏതൊക്കെയാ? ആംഗ്രി അറ്റ്, ആംഗ്രിയുടെ കൂടെ എപ്പോഴും നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആംഗ്രി അറ്റ് സംതിങ് പറയാൻ, അതൊരു വ്യക്തിനോടാണെങ്കിൽ ആംഗ്രി വിത്ത് ആണ് പറയുക. ശ്രദ്ധിക്കുക, ആംഗ്രി അറ്റും ആംഗ്രി വിത്ത്. ആംഗ്രി വിത്ത് സംബഡി, ആംഗ്രി അറ്റ് സംതിങ്. അതെങ്ങനെയാ? ഹി വാസ് ആംഗ്രി അറ്റ് മൈ വേർഡ്സ്. ഐ വാസ് വെരി ആംഗ്രി വിത്ത് ഹർ, അവളോടാണ്. ഇതൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ആംഗ്രി വിത്ത്. എന്നാൽ മൈ വേർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നോടല്ല, എൻ്റെ വാക്കുകളോടാണ്. സോ ആംഗ്രി അറ്റ് മൈ വേർഡ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് ലാഫ് അറ്റ്, കളിയാക്കുക. എവറിബഡി ലാഫ്സ് അറ്റ് മൈ ആക്സെന്റ്. പോയിന്റ് അറ്റ്, ഐ പോയിന്റഡ് അറ്റ് ദ ബോയ് സിറ്റിംഗ് നിയറസ്റ്റ് മീ. നോക്ക് അറ്റിന് നോക്ക് ഓൺ രണ്ടും ശരിയാണ്. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ,
ഐ നോക്ക്ഡ് ഓൺ ദി ഡോർ. ഇതിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അറ്റിനാണ്. രണ്ടും ഓപ്ഷനിൽ വന്നാൽ അറ്റിന് പരിഗണന കൊടുക്കണം. ഓക്കെ, മേരി ഒന്ന് സ്റ്റേജിലേക്ക് വാ. മേരി, മേരി ഏതൊക്കെയാ PPs and PVs അറ്റ് വെച്ചിട്ടുള്ള? ആംഗ്രി അറ്റ്, ആംഗ്രി വിത്ത്, ലാഫ് അറ്റ്, പോയിന്റ് അറ്റ്, നോക്ക് അറ്റ്, നോക്ക് ഓൺ. കറണ്ട് പോയല്ലോ, പോയിരുന്നു വിചാരിക്കാം കേട്ടോ, നോക്കാം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഷീ ഈസ് ആംഗ്രി ഡാഷ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ആംഗ്രി അറ്റ്. എന്തുകൊണ്ടാണ് വിത്ത് വരാതിരുന്നത്? ആരോടുമല്ല, ഇത് ആംഗ്രി ഹിസ് ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട്. ആറ്റിറ്റ്യൂഡിനോടാണ് അല്ലേ, അവനോടല്ല അല്ല അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോവാം. ഓക്കെ, ഇനിയുള്ള PPs and PVs വായിച്ചേ. ഗുഡ് അറ്റ്, ലുക്ക് അറ്റ്, നോഡ് അറ്റ്, ഷൗട്ട് അറ്റ്, സ്മൈൽ അറ്റ്, സ്റ്റെയർ അറ്റ്. ഓക്കെ, ഗുഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അരുൺ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഏതൊരു ഇംഗ്ലീഷില് അരുൺ നല്ല മിടുക്കനാണ്, പ്രത്യേകമായ കഴിവുണ്ട് അല്ലെ, നല്ല മിടുക്കനാണ്. ഒരാളുടെ ഒരു എബിലിറ്റിനെ പറയാനാണ് നമ്മൾ ഗുഡ് അറ്റ് പറയാറുണ്ട് അല്ലേ? KCB കൊണ്ട് നമ്മൾ കുടുങ്ങിയല്ലോ. ലുക്ക് അറ്റ് ദിസ് പെയിന്റിങ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് നോക്കൂ എന്ന രീതിയിൽ ഡയറക്ഷൻ പറയാനാണ് ലുക്ക് അറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഷീ നോഡഡ് അറ്റ് ഹെർ കോവർക്കേഴ്സിന്, തലയാട്ടുക, സമ്മതിക്കുക, തലയാട്ടി സമ്മതിക്കുക, നോഡഡ് അറ്റ്. ഷൗട്ട് അറ്റ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാം, ഹി കുഡ് ഹിയർ സംവൺ ഷൗട്ടിങ് അറ്റ് ദ TV. പിന്നെ സ്മൈൽ അറ്റ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, സ്റ്റെയർ അറ്റ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സർ. പിന്നെ നമ്മൾ ചില ഫ്രേസസ് ഉണ്ട്, അറ്റ് റിസ്ക്, അറ്റ് ദ എൻഡ് ഓഫ്, അറ്റ് ഡിസ്കൗണ്ട്. ഇതൊന്നും അങ്ങനെ ചോദിക്കൂല, ചിലപ്പോൾ ചോദിച്ചാലോ. അറ്റ് ആൻ അഡ്വാൻറ്റേജ്, അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് വായിച്ചേ. At risk, at the end of, at a discount, at an advantage, at a disadvantage. ഓക്കെ, ഇനി അടുത്തത്. At present, at the same time, at peace, at once, at least. ഓക്കെ, അത്രേ ഉള്ളത്. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറയണം മേരി. Let's meet at the theater. എന്തുകൊണ്ടാണ് അവിടെ അറ്റ് ഓപ്ഷൻ എ ആൻസർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ് സാർ, അതുകൊണ്ട് നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ഒരു പർട്ടിക്കുലർ പ്ലേസിനോടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിനോടോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തിനോടോ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു പ്ലേസ് ആണ്, ഒരു പ്രോപ്പർ പ്ലേസ് ആണ് അല്ലേ? അതെ. അറ്റ് ദ തിയേറ്റർ, അതിപ്പോ മാർക്കറ്റ് ആണെങ്കിൽ അറ്റ് ദി മാർക്കറ്റ്. റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. ബാംഗ്ലൂർ, ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഇൻ ബാംഗ്ലൂർ, ഇൻ ബാംഗ്ലൂർ, കാരണം ബാംഗ്ലൂരിൽ അത് വലിയൊരു സ്ഥലമാണ്. ഇനി അടുത്ത ചോദ്യം. മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മൈ ബിഹേവിയർ. ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. എന്തുകൊണ്ട് വിത്ത് വന്നില്ല? വിത്ത് വരാന ഫാദറിനോടല്ല, ഫാദറിന്റെ ബിഹേവിയറിനോടാണ്. യെസ്, ഗുഡ്, എക്സലന്റ്. ഇനി I was delighted dash his unexpected arrival. At his unexpected arrival. Unexpected. എന്താ മീനിങ്? correct. Is റിയാക്ഷനോടൊക്കെ. ഡിലൈറ്റഡ് അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഡിലൈറ്റഡ്, വണ്ടേർഡ്, സർപ്രൈസിന്റെ റിയാക്ഷൻസിന്റെ ഒക്കെ. അതെ, സർപ്രൈസ് റിയാക്ഷൻസ് ആയിട്ടുള്ള വേർഡുകളായിട്ടുള്ള വണ്ടേർഡ്, എക്സ്ക്ലൈംഡ്, ഡിലൈറ്റഡ്, ഇംപേഷ്യന്റ്, സർപ്രൈസ്ഡ് അല്ലേ? അതിന്റെ കൂടെ അറ്റാണ് യൂസ് ചെയ്യുക. അപ്പൊ ഡിലൈറ്റഡ് അറ്റ്. വർഷം ഏതാ നോക്കി ചോദ്യം ചോദിച്ചേ? 1997. അന്ന് എത്ര വയസ്സുണ്ട് മേരിക്ക്? ഞാൻ ജനിച്ചിട്ടില്ല സാർ. ഇല്ല, ശരി. ഓക്കെ, സാം ഈസ് വെരി ക്ലെവർ ഡാഷ് കുക്കിംഗ്. ക്ലെവർ അറ്റ് കുക്കിംഗ്. ക്ലെവർ അറ്റ്, ഒരു കഴിവിനെയാണ് പറയുന്നത്. അതെ.
ക്ലെവററ്റ്, അതല്ലെങ്കിൽ വേറെ ആ കാറ്റഗറിയിൽ വരുന്ന വാക്കുകൾ ഗുഡ് അറ്റ് അല്ലേ, ഗുഡ്. ആണ് സർ. എക്സലന്റ് അറ്റ്, ഗുഡ് അറ്റ്, ക്ലെവർ അറ്റ്, പിന്നെ മോശമാണെങ്കിലോ ബാഡ് അറ്റ്. ബാഡ് അറ്റ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ മൈ സിസ്റ്റർ ഇസ് വെരി ഗുഡ് ഡാഷ് കുക്കിംഗ്. മൈ സിസ്റ്റർ ഈസ് വെരി ഗുഡ് അറ്റ് കുക്കിംഗ്. ഗുഡ് ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇതുപോലെ മേരി വന്ന പോലെ ഇനി എല്ലാവരും ഇതുപോലെ വരണം കേട്ടോ. നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് സ്റ്റേജിൽ കയറി ഇരുന്നോളണം. എനിക്ക് ചോദ്യം ചോദിക്കാം. എനിക്കറിയില്ല ആർക്കൊക്കെയാണ് വില്ലിംഗ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരാനുള്ളത്. നിങ്ങൾ ലൈവിൽ വരുമ്പോഴേ അത് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രപ്പോസിഷന്റെ അടുത്ത രണ്ടാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, തരും. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തും. ഡോൺ വറി. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് ഇന്നിന്റെ ഉപയോഗമാണ്. എന്താ ഇന്നിന്റെ ഉപയോഗം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ്. ദ ക്യാറ്റ് ഇസ് ഇൻ ദ ബോക്സ്. അപ്പോൾ ഇന്നിന്റെ ഉപയോഗം എന്താ? നമ്മളൊരു പരീക്ഷയുടെ ആംഗിളിലൂടെ നിങ്ങൾ ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഇൻ ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഇൻസൈഡ്. ഉള്ളിൽ, എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ എന്ന് പറയാൻ ഇന്ന് ഉപയോഗിക്കുന്നു. ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്, ദർ ഈസ് നത്തിങ് ഇൻ ദ ബാഗ്. ഇതറിയാത്ത ഒരു കുട്ടി പോലും ക്ലാസ്സിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് വിത്ത് നെയിംസ് ഓഫ് ലാർജ് ടൗൺസ്, വലിയ ടൗണുകൾ, സിറ്റീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് കൺട്രീസ്. നേരത്തെ ബാംഗ്ലൂരിന്റെ മുമ്പിൽ ഇന്ന് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. അതേപോലെ ഇൻ ഡൽഹി, ഇൻ ബംഗളൂരു, ഇൻ ഗുജറാത്ത്. പക്ഷെ അതിനുവേണ്ടി പോർബന്തറിന്റെ മുമ്പിൽ അറ്റ്, ഇന്ദിരാനഗറിന്റെ മുമ്പിൽ അറ്റാണ്. കാരണം അത് എക്സാക്ട് പ്രോപ്പർ സ്മോൾ പ്ലേസസ് ആണ്, പ്രോപ്പർ പ്ലേസസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർക്കണം. നമ്മളൊരു ജില്ല, ഒരു സംസ്ഥാനം, ഒരു രാജ്യം, ഒരു ഭൂഖണ്ഡത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇൻ ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹൗസ് ആൻഡ് റെസിഡൻസ്. താമസത്തെ കുറിച്ച് പറയുമ്പോഴേ ഹൗസും റെസിഡൻസും പറയുമ്പോൾ ഇൻ എ ഫ്ലാറ്റ്, ഇൻ എ മോഡേൺ ഹൗസ്, ഇൻ എ ഹോട്ടൽ. അത് പ്രത്യേകിച്ച് ലിവ് വരുമ്പോൾ ലിവ് ഇൻ എ ഫ്ലാറ്റ്, ലിവ് ഇൻ എ മോഡേൺ ഹൗസ്, ലിവ് ഇൻ എ ഹോട്ടൽ. താമസത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഹൗസോ റെസിഡൻസോ ആണെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ, മാസത്തിന്റെയും വർഷത്തിന്റെയും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. മാസവും വർഷവും ശ്രദ്ധിക്കണേ. മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേതാ മാസം? മെയ് അല്ലേ, അല്ലെ ജൂൺ, ഇതൊക്കെ മാസമാണ്. അതിൻ്റെ മുമ്പിൽ ഇൻ മെയ്, ഇൻ ജൂൺ. ഇനി ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 1947 ഇന്നാണ്, 1986 ഇന്നാണ്. അങ്ങനെ ഇന്ന് മന്തിന്റെയും വർഷത്തിന് മുമ്പിൽ. എന്നാൽ ഡേയും ഡേറ്റും സംഗതി വേറെയാണ്. ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി അല്ലെ, 2-ാം തീയതി, 3-ാം തീയതി, അതിൻ്റെ മുമ്പിൽ ഓണാ വരിക. അതുപോലെ സോറി, ഇത് ഡേറ്റ്. ഡേ എന്ന് പറയുമ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതിൻ്റെ മുമ്പിൽ ഓണം വരിക. അപ്പൊ ഡേയും ഡേറ്റും ഓണും, മന്തും ഇയറും ഇന്നുമാണ്. ഓർത്തിരിക്കുക. ഇനി ഇൻ ഇസ് യൂസ്ഡ് ബിഫോർ ദ പ്ലേസ് ഓഫ് വർക്ക് ഇഫ് ഇറ്റ്സ് എ ബിൽഡിംഗ്. ഒരു ആൾ ജോലി ചെയ്യുന്നത് ഒരു കെട്ടിടത്തിലാണെങ്കിൽ വർക്ക്സ് ഇൻ എ ബാങ്ക്, വർക്ക്സ് ഇൻ എൻ ഓഫീസ്, വർക്ക്സ് ഇൻ എ ഫാക്ടറി, വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ, വർക്ക്സ് ഇൻ എ ഹോട്ടൽ. വർക്ക്സ് ഇൻ. ഒരാൾ ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ഒരു കെട്ടിടത്തിലാണെങ്കിൽ വർക്ക്സ് ഇൻ. അതേസമയം ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മളിങ്ങനെ പറയും വർക്ക്സ് ഓൺ ദ റെയിൽവേ, കെട്ടിടം അല്ല എന്ന് വിചാരിക്കുക. വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ്, വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ, വർക്ക്സ് ഓൺ എ ഫാം. ഇതൊരു കെട്ടിടം അല്ലല്ലോ അല്ലെ. കെട്ടിടമല്ലാത്തതിന്റെ മുമ്പിൽ ഓണാണ് യൂസ് ചെയ്യുക. ഓക്കെ, കെട്ടിടമില്ലാത്തതിന് മുമ്പിൽ ഓണാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആദ്യം ചോദിക്കാണ്ട് ചോദിച്ചോ, ഇല്ല ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ. അവിടെ നിൽക്കണേ, സ്റ്റേജിൽ തന്നെ നിന്നോ. അപ്പോൾ വർക്ക്സ് on a plantation, works on a farm, works on a estate, works on a railway station. നാല് കെട്ടിടാണെങ്കിൽ വർക്ക്സ് ഇൻ. അടുത്തത് ഇൻ ഇസ് യൂസ്ഡ് ബിഫോർ ദ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇൻ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്ന് ഉപയോഗിക്കും. ഇൻ ഇസ് യൂസ്ഡ് ബിഫോർ നെയിം ആൻഡ് റോഡ്. നെയിമും റോഡൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ചേർച്ച് ഇസ് ഇൻ നെഹ്റു റോഡ്, ദ ലോഡ്ജ് ഈസ് ഇൻ ബീച്ച് റോഡ്.
അങ്ങനെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. To denote the time of completion, she will have completed the work in an hour. ഒരു മണിക്കൂറിൽ അല്ലേ? I will finish the work in a day. അങ്ങനെ ഒരു കംപ്ലീഷനെ കുറിച്ച് പറയുമ്പോൾ in an hour, in a day. In an hour, in a day. Okay, in 10 minutes, in 10 hours എന്നൊക്കെ പറയാം. പിന്നെ ടു ഡിനോട്ട് പാർട്സ് ഓഫ് ദി ബോഡി, നമ്മൾ ശരീര ഭാഗങ്ങളെ കുറിച്ച് പാർട്സിനെ കുറിച്ച് പറയുമ്പോൾ ഐ സി യു ഇൻ ദ ഈവനിങ്. അയ്യോ, ശരീര പാർട്സ് ഓഫ് ദി ബോഡി അല്ല കേട്ടോ, പാർട്സ് ഓഫ് ദി ബോഡി ഓൺ ആണ്, ഞാൻ പറഞ്ഞാൽ മാറിപ്പോയതാ. പാർട്സ് ഓഫ് ദി ഡേ ആണ്, ദിവസത്തിന്റെ ഭാഗങ്ങൾ. ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. സെൻസ് ഓഫ് ദ ടൈം ആയിട്ടുള്ള നൈറ്റ്, നൂണ്, ഡൗൺ, ഡസ്ക്. അതിന്റെ മുമ്പിൽ എന്താ വരിക? അതിന അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് ഡോൺ, അറ്റ് ഡെസ്ക് അല്ലെ. എന്നാൽ ഈവനിങ്, ആഫ്റ്റർനൂണ്, മോർണിംഗ് എന്താ പറയാ? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. ഓക്കെ, അങ്ങനെ വരിക. യെസ്. ഇനി 10ാമത്തെ പോയിന്റ്, നമ്മൾ ചില പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ടുള്ള മൈ, ഹിസ്, ഹെർ, ദയർ ഒക്കെ അല്ലെങ്കിൽ എ ആൻഡ് ദ വാഹനങ്ങളുടെ മുമ്പിൽ ചേർത്താൽ, സാധാരണ വാഹനങ്ങളുടെ മുമ്പിൽ ഏതാണ് ചേർക്കുക? ആതിര, നോർമൽ കേസിൽ ബൈ ചേർക്കുക. ഐ കെയിം ബൈ കാർ, ഐ കെയിം ബൈ ടാക്സി, ഐ കെയിം ബൈ ബസ്. പക്ഷേ ഈ പ്രൈവറ്റ് വാഹനങ്ങളായിട്ടുള്ള കാറ്, ടാക്സി ഒക്കെ ഇല്ലേ, കാറ്, ടാക്സി, പിന്നെന്താ ഓട്ടോ, ഇതിന്റെ മുമ്പിൽ ഏതെങ്കിലും മൈ, ഹിസ്, ഹെർ പോലത്തെ അഡ്ജക്റ്റീവ്സുകൾ വന്നാൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ വന്നാൽ, ഇപ്പൊ മൈ കാർ എന്താ വരിക അതിന് മുമ്പില്? ആതിര, ഇൻ മൈ കാർ. വെറും കാറാണെങ്കിൽ ബൈ കാർ അല്ലേ? ടാക്സി, എ ടാക്സി, ഇന്ന ടാക്സി അല്ലേ? വെറും ടാക്സി ആണെങ്കിൽ ബൈ ടാക്സി. പിന്നെ ഹിസ് ഓട്ടോ, ഹിസ് ഓട്ടോ. വെറും ഓട്ടോ ആണെങ്കിൽ ബൈ ഓട്ടോ. യെസ്. ഇനി ഇൻ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഡ്വെല്ലിംഗ് പ്ലേസ്. നമ്മൾ ഒരു ജീവിയുടെ ഡ്വെല്ലിംഗ്, വാസസ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ മങ്കീസ് ലിവ് ഇൻ ട്രീസ്, ലയൺസ് ലിവ് ഇൻ ഡെൻ. ഡെൻ എന്ന് പറഞ്ഞാൽ ഗുഹ, മാളം. ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റസ്. അങ്ങനെ നമ്മൾ ലിവ് ഇൻ എന്ന് പറയും. അതേസമയം അവരുടെ ഭക്ഷണത്തെ, ഫുഡിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സംഗതി മാറും. നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറയാം, കൗ ലിവ്സ്. The cow lives dash. ആതിര പറയണേ. ഈ ആലക്ക് ഇംഗ്ലീഷിൽ ഷെഡ് എന്നാ പറയാ. അവിടെ എന്താ വരിക? lives in. ഓക്കെ. എന്നാൽ the cow lives dash grass. പുല്ല് തിന്നിട്ടാ ജീവിക്കുന്നത്. എന്താ അവിടെ വരിക? ആദ്യത്തെ ലിവ്സ് ഇൻ, കാരണം വാസസ്ഥലത്തെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ലിവ്സ് ഓൺ ഗ്രാസ് എന്നാ വരിക, ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മേരി. The bird
The bird leaves dash nest. പറ. In nest. കാരണം നെസ്റ്റ് കിളിന്റെ കൂടാണ് അല്ലേ? ഇനി അടുത്തതിന്റെ ഉത്തരം പറയണേ. ബേർഡാണ്. The bird leaves dash insects. പ്രാണികളെ തിന്നിട്ട്. Lives on. ഓൺ. അപ്പൊ എന്താന്ന് മനസ്സിലായത്? ഫുഡ് പറയുമ്പോൾ ഓണ്, അതിന്റെ ഡെല്ലിംഗ് പ്ലേസ് പറയുമ്പോൾ ഇന്ന്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പ്രൊഫഷനൊക്കെ പറയും മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പൊ ലിവ് ബൈ ടീച്ചിങ്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ടീച്ചിങ്ങിലൂടെ എന്ന് പറയുമ്പോൾ ഐ ലിവ് ബൈ ടീച്ചിങ്. ഞാനല്ല, ലിവ്. ചില ആളുകളെ പറ്റിച്ച് ജീവിക്കും. അപ്പൊ ലിവ് ബൈ ചീറ്റിങ്, പറ്റിച്ചിട്ട് ലിവ് ബൈ ചീറ്റിങ്, ടീച്ച്. അങ്ങനെ എന്താണോ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ പറയുമ്പോൾ ബൈ ആണ് യൂസ് ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇൻ ഇസ് യൂസ്ഡ് വിത്ത് ബിലീഫ് ആൻഡ് ഇൻട്രസ്റ്റ്. ബിലീഫ്, വിശ്വാസവും താല്പര്യം പറയുമ്പോൾ ബിലീവ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ, ഈ 2 പ്രയോഗം ശ്രദ്ധിച്ചാൽ മതി. ബിലീവിന്റെ കൂടെ ബിലീവ് ഇൻ, അതുപോലെ ഇൻട്രസ്റ്റഡ് ഇൻ, ബിലീവ് ഇൻ, ഇൻട്രസ്റ്റഡ് ഇൻ. ഇനി ഇൻ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഷേപ്പ്, കളർ, സൈസ്. അതായത് ഇൻ യെല്ലോ സാരി, അവിടെ കളർ പറഞ്ഞുണ്ടോ? ഇൻ എ സർക്കിൾ ഷേപ്പ് പറഞ്ഞുണ്ടോ? ഇൻ റെഡ് കളർ പറഞ്ഞുണ്ടോ? അങ്ങനെ പറയാറുണ്ട്. അതൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. എങ്കിലും ജസ്റ്റ് നമ്മളിത് കോംപ്രഹെൻസീവ് പഠിച്ചു പോകുന്നത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇന്ന് വെച്ചുകൊണ്ടുള്ള PPs ആൻഡ് PVs. നമ്മൾ നേരത്തെ അറ്റ് വെച്ചുകൊണ്ടുള്ള PPs ആൻഡ് PVs പഠിച്ചു. അവിടെയാണ് നമ്മൾ ഗുഡ് അറ്റ്, ലാഫ് അറ്റ് ഒക്കെ പഠിച്ചത് അല്ലെ? ബാഡ് അറ്റ്, കുറെ സംഗതികൾ പഠിച്ചു, നോക്കറ്റ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ന് വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ബിലീവ് ഇൻ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇൻട്രസ്റ്റഡ് ഇൻ, ബിലീവ് ഇൻ. ടേക്ക് പ്രൈഡ് ഇൻ, ടേക്ക് പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുക. ടേക്ക് പ്രൈഡ് ഇൻ എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുക, അഭിമാനം കൊള്ളുക. ടേക്ക് പ്രൈഡ് ഇൻ, അഭിമാനം കൊള്ളുക എന്നാണ്. അപ്പൊ മറക്കരുത്, ടേക്ക് പ്രൈഡ് ഇൻ, അഭിമാനം കൊള്ളുക. ഓക്കെ, ഇനി ഡിഫിക്കൽട്ടി ഇൻ. ദേ ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫിക്കൽട്ടി ഇൻ, പക്ഷെ ഡിഫിക്കൾട്ട് ടു. നത്തിങ് ഇസ് ഡിഫിക്കൾട്ട് ടു ദ മാൻ ഹു വിൽ ട്രൈ. ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. ഡിഫിക്കൽട്ട് ടു. അപ്പോ വേറെ ആരെങ്കിലും ആളെ സ്റ്റേജിലേക്ക് പോവാ? അനുജ, ലത്തീഫ്, ആതിര, റസീന, ലിൻസി, ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആതിരാക്കെ പറ. ആതിരാക്കെ ഏതൊക്കെ PPs ആൻഡ് PVs? ബിലീവ് ഇൻ, ടേക്ക് പ്രൈഡ് ഇൻ, ഡിഫിക്കൽറ്റി ഇൻ, ഡിഫിക്കൽട്ട് ടു. വെരി ഗുഡ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഇനി അടുത്ത മെയ്ഡ് ഇൻ. മെയ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഒരു ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടി നമ്മൾ മെയ്ഡ് ഇൻ ഉപയോഗിക്കുക. ദ കാർ ഇസ് മെയ്ഡ് ഇൻ ചൈന. കാർ ചൈനയിൽ ഉണ്ടാക്കിയ, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ. എന്നാൽ അതേസമയം ഒരു വസ്തു കൊണ്ട് വേറെ വസ്തു ഉണ്ടാക്കി വെക്കുക. ദിസ് ബുക്ക് ഇസ് മെയ്ഡ് ഓഫ് പേപ്പർ. അപ്പോൾ ഒരു പുസ്തകം പേപ്പർ കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോ ഒരു ബുക്കിനെ കുറിച്ച് പറയാണ് ഞാൻ. ഈ പുസ്തകം, ഈ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ കൊണ്ടാണ്. ഓക്കെ, ഈ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ കൊണ്ടാണ്. അപ്പൊ ബേസിക്കലി പേപ്പർ എന്ന് പറയുമ്പോൾ ദിസ് ബുക്ക് ഈസ് മെയ്ഡ് ഓഫ് പേപ്പർ. അത് പേപ്പർ ബുക്കായിരുന്നാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും പേപ്പർ അടിസ്ഥാനപരമായിട്ട് അതിന് മാറ്റം സംഭവിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആന്തരികമായ ഇന്റേണൽ ചേഞ്ച് അതിന് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ച് അതിന് സംഭവിക്കുന്നില്ല. ഓക്കെ, ഓൺലി ബാഹ്യപരമായിട്ടുള്ള മാറ്റം. ഇപ്പൊ നമ്മളൊരു കസേരയെ കുറിച്ച് പറയാണ്. ദ ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. മരം കൊണ്ട് ചെയർ ഉണ്ടാക്കി. എന്താ റസീന അവിടെ വരിക? റസീന പറ.
മരം കൊണ്ട് ചെയർ ഉണ്ടാക്കി, അവിടെ എന്ത് വരും? ദ ബോട്ട് ഈസ് മെയ്ഡ് ഡാഷ് പേപ്പർ. പേപ്പറും കൊണ്ട് ബോട്ട് ഉണ്ടാക്കി. ദ നെക്ലേസ് ഈസ് മെയ്ഡ് ഡാഷ് ഗോൾഡ്. ഇവിടെയൊക്കെ അതിന്റെ ബാഹ്യരൂപത്തിൽ റസീന മൈക്ക് ഓൺ ആക്കിയിട്ട് പറ, ഇതിന്റെയൊക്കെ ആൻസർ എന്താ ഈ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും? പേപ്പർ. The chair is made of wood. The chair is made of wood. Boat is made of? The necklace is paper. അടുത്ത നെക്ലേസിന്റെ The കാര്യം necklace പറഞ്ഞപ്പോൾ is made of gold. അതെന്തുകൊണ്ടാണ് ഓഫ് വരുന്നത്? Made of gold. അതൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കി അതേ സാധനം. ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ അല്ലെ, വേറെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. The wine is made dash grapes. Made of grapes. The wine is made of from അല്ലേ? From grapes. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇപ്പൊ മുന്തിരി കൊണ്ട് ഇത് വൈൻ ഉണ്ടാക്കിയ മുന്തിരി മാറി വൈനായി, അവിടെ അതിന് ആന്തരികമായ മാറ്റം സംഭവിക്കുകയാണ് ഫുഡ് ഐറ്റംസിന് ഒക്കെ പറയുന്ന സമയത്ത്. മരം കൊണ്ട് കസേര ഉണ്ടാക്കി, കസേര പൊളിച്ചിട്ട് ചിലപ്പോൾ അതുകൊണ്ട് വേണം ഒരു സ്റ്റൂൾ ഉണ്ടാക്കാം. പക്ഷെ മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് തിരിച്ച് മുന്തിരിയാക്കാൻ പറ്റൂല അല്ലേ? യെസ്. അതേപോലെ മരുന്നും ദ സിങ്കോ അല്ല എന്താണ് ദ മെഡിസിൻ, എന്തെങ്കിലും ഒരു മെഡിസിൻ ഇസ് മെയ്ഡ് ഡാഷ് സിങ്കോണ. സിങ്കോണ എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കിയത്. അപ്പോഴോ ഫ്രം സിങ്കോണ. ഓക്കെ, മനസ്സിലായില്ലേ? യെസ് ഓക്കെ, താങ്ക് യു റസീന. അവിടെ തന്നെ നിന്നോട്ടോ, പോണ്ട. ഓക്കെ, അപ്പൊ മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രം നിങ്ങൾ പഠിച്ചു. ദിസ് ബുക്ക് ഇസ് മെയ്ഡ് ഓഫ് പേപ്പർ, ദിസ് വൈൻ ഇസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. പിന്നെ കൂടാതെ നമുക്ക് ഇൻ വെയിൻ എന്നൊരു പ്രയോഗമുണ്ട്. ഇങ്ങനെ എന്താ പറയാ, പാഴായിപ്പോയി എന്ന അർത്ഥത്തിൽ. ഇൻ ഡെപ്റ്റ് കടത്തിൽ, ഇൻ ഡീറ്റെയിൽ വിശദമായി, ഇൻ ടേംസ് ഓഫ് അതിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ഒന്ന് വായിച്ചേ മേരി. Sir, in vain, in depth, in detail, in terms of. അനുജ് എവിടെ ജോയിൻ ചെയ്യണ്ടെന്നാ? അതില് എന്താ പറയാ, സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ല. അത് എവിടെ കാണിക്കുന്നതെന്ന് ഒന്ന് ആരും ഒന്ന് പറഞ്ഞു കൊടുക്കണം അനുജയ്ക്ക്. പിന്നെ ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ്, ആരോ മാർക്ക് ഉണ്ട് അവിടെ, അതില് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആരോ മാർക്കാ? ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അനുജ. പിന്നെ ഞാൻ വേണം റിക്വസ്റ്റ് അയക്കാം, അപ്പൊ അക്സെപ്റ്റ് ചെയ്താലും മതി. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും PPs ആൻഡ് PVs ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് വായിക്കാം. ബിലീവ് ഇൻ, ടേക്ക് പ്രൈഡ് ഇൻ, ഡിഫിക്കൽട്ടി ഇൻ ഡിഫിക്കൽട്ട് ടു, made in, made of, made from, in vain, in depth, in detail, in terms of. Okay.